കൊല്ലത്ത് വീണ്ടും വൻ സൈബർ തട്ടിപ്പ്. 67കാരന് 1,65,00,000 രൂപ നഷ്ടമായി. കുണ്ട്ര സ്വദേശിയെ ട്രേഡിങ്ങിലൂടെ പണം സമ്പാദിക്കാമെന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് വഴി ബന്ധപ്പെട്ടാണ് തട്ടിപ്പ് നടത്തിയത്. വിനീഷ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. വിനീഷ്, ഇതിപ്പോൾ പതിവായി കേൾക്കുന്ന കാര്യമാണ് ഈ സൈബർ തട്ടിപ്പ്. അതും വയോധികരെയാണ് കൂടുതലും കബളിപ്പിക്കുന്നത്, അല്ലെങ്കിൽ വീട്ടമ്മമാരെ. ഇവിടെ ഒരു 67കാരനാണ് 1.5 കോടിയിലധികം രൂപ നഷ്ടമായിരിക്കുന്നത്. ഇതെങ്ങനെയായിരുന്നു തട്ടിപ്പിൻ്റെ രീതി? ടോം, തീർച്ചയായും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ കൊല്ലം ജില്ലയിൽ ഇത്തരത്തിലുള്ള സൈബർ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണുള്ളത്. ശരിക്കും പറഞ്ഞാൽ മുൻപ് നമ്മൾ സമാനമായ രീതിയിൽ നിരവധി വാർത്തകൾ നൽകിയതാണ്. വെർച്വൽ അറസ്റ്റ് വരെ ഉണ്ടായിട്ടുണ്ട്. അതും ഒരു ഡോക്ടറെ കൊട്ടാരക്കര പോലീസ് ഇടപെട്ട് ഡോക്ടറെ രക്ഷപ്പെടുത്തിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുൻപ്. ഇത്തരം സംഭവങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു വാർത്തയും കൂടി പുറത്തു വരുന്നത്. കുണ്ട്ര സ്വദേശിയാണ്. 67കാരൻ്റെ കോടിക്കണക്കിന് രൂപയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 1.5 കോടി രൂപയോളം അയാളുടെ ബാങ്കിൽ നിന്ന് നഷ്ടപ്പെട്ടു. വീണ്ടും നഷ്ടപ്പെടാതിരിക്കാനായിട്ട് പണം വിഡ്രോ ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ തട്ടിപ്പ് അദ്ദേഹം തിരിച്ചറിയുന്നത്. ടോം, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിക്കുന്നു. കഴിഞ്ഞ ദിവസം ഏകദേശം ഒരു 2025 സെപ്റ്റംബർ മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള കാലയളവിൽ ഇയാൾ പല അക്കൗണ്ടുകളിലായിട്ട് പൈസ നിക്ഷേപിച്ചതായിട്ടാണ് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. അതിൻ്റെ രേഖകളും 67കാരൻ പരാതിയോടൊപ്പം തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. ഇത് ആദ്യം ഇയാൾക്ക് ഫേസ്ബുക്കിലൂടെ ഒരു ലിങ്ക് ലഭിക്കുന്നു. ഈ ലിങ്കിൽ ട്രേഡിങ്ങിനെ കുറിച്ചായിരുന്നു. അപ്പോൾ കൂടുതൽ അറിയാനായിട്ട് അവരുമായിട്ടൊന്ന് ജസ്റ്റ് ചാറ്റ് ചെയ്തപ്പോഴാണ് നമ്പർ ആവശ്യപ്പെടുകയും അങ്ങനെ വാട്സപ്പ് കോളുകൾ വഴിയും വാട്സപ്പ് ചാറ്റിങ്ങിലൂടെയും ട്രേഡിംഗ് അക്കൗണ്ടുകളെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ, അതായത് വിശ്വാസത ജനിപ്പിക്കുന്ന തരത്തിൽ ഒരുപാട് ലിങ്കുകൾ അയച്ചു കൊടുക്കുന്നു. ഈ ലിങ്ക് നിരവധി വെബ്സൈറ്റുകളുടേതാണെന്നാണ് പറയപ്പെടുന്നത്. ഈ വെബ്സൈറ്റുകളിലെല്ലാം തന്നെ ഇയാളുടെ മൊബൈൽ നമ്പറുകളും വ്യക്തിഗത വിവരങ്ങളും അടക്കം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. തുടർന്നാണ് വിവിധ അക്കൗണ്ടുകളിലായിട്ട് പണം നിക്ഷേപിക്കാനുള്ള രീതിയിലേക്ക് എത്തിയത്. ആദ്യം ലക്ഷങ്ങൾ നിക്ഷേപിക്കുന്നു. അങ്ങനെ പല തവണയായിട്ട് ഏകദേശം 1.5 കോടി, 1,65,00,000 പരം രൂപകളാണ് പല അക്കൗണ്ടുകളിലായിട്ട്, പല ഈ ട്രേഡിംഗ് കമ്പനികളുടെ അക്കൗണ്ടുകളിലായിട്ട് നിക്ഷേപിക്കപ്പെട്ടത്. ഇതെല്ലാം പണം ഇരട്ടിച്ച് നൽകും എന്നുള്ളൊരു മോഹന വാഗ്ദാനമായിരുന്നു ഈ 67കാരന് അവർ നൽകിയത്. പണം നഷ്ടപ്പെടുന്നതല്ലാതെ തിരികെ ഒരു പണവും ലഭിക്കാതെ വന്നതോടു കൂടിയാണ് ബാങ്ക് അക്കൗണ്ടിൽ കിടന്ന മറ്റ് പൈസയും കൂടി വിഡ്രോ ചെയ്യാനായിട്ട് പോയപ്പോഴാണ് ആ പൈസയും എടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തി. അപ്പോഴാണ് തനിക്ക് ഈ കബളിപ്പിക്കപ്പെട്ടു എന്ന് താൻ മനസ്സിലായത്. തുടർന്ന് സൈബർ സെല്ലിൽ പരാതി നൽകുകയാണ് ചെയ്തത്. അപ്പോൾ സമാനമായ രീതിയിൽ മുൻപും ഇത്തരത്തിലുള്ള പരാതികൾ വന്നതായിട്ട് സൈബർ പോലീസ് ഈ വയോധികനെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ വലിയൊരു തട്ടിപ്പാണ്. ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ വീണ്ടും ജില്ലയിൽ വർദ്ധിച്ചു വരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സമാനമായ മറ്റൊരു വാർത്തയും കൂടി റിപ്പോർട്ട് ചെയ്തിരുന്നു. കൊട്ടാരക്കര സ്വദേശിയായ ഒരാളുടെ ഇത് സമാനമായ രീതിയിൽ പൈസ നഷ്ടപ്പെട്ട വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നാൽ തൊട്ടു പിന്നാലെയാണ് കുണ്ട്ര സ്വദേശിയായ 67കാരൻ്റെ പൈസയും അത് പണം കോടിക്കണക്കിന് പണം നഷ്ടപ്പെട്ടു ആയിട്ടൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ടോം, വ്യക്തമാണ്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ്. കാരണം പല പ്രലോഭനങ്ങളുമായി സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും നമ്മളെ സമീപിച്ചേക്കാം. എളുപ്പത്തിൽ പണം ഉണ്ടാക്കാം, ഇരട്ടി ലാഭം ലഭിക്കാം, ചെറിയ പണം നിക്ഷേപിച്ചാൽ മതി, വലിയ തുക തിരിച്ചു കിട്ടും എന്ന രീതിയിലുള്ള പല പ്രലോഭനങ്ങളും ഉണ്ടാകാം. അതിൽ വീണാൽ ഉണ്ടാകുന്ന അപകടമാണ് ഇപ്പോൾ വിനീഷ് സൂചിപ്പിച്ചത്. 67കാരനാണ് 1.5 കോടിയിലധികം രൂപ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ നഷ്ടമായിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.